അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ആദരണീയനായ അധ്യക്ഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി റഷീദ് കൊടക്കാട്, മറ്റു സഹഭാരവാഹികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഈ കൊപ്പം അങ്ങാടിയിൽ ഈ ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമായി ഈ പ്രോഗ്രാമിനെ വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കാരണം ഇടതടവില്ലാതെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അതുപോലെ തന്നെ GCC രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ നാടുകളിലുമെല്ലാം ചെറുതും വലുതുമായ രീതിയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ബഹുമുഖങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ട് ഇന്ന് സമ്പന്നമാണ്, അൽഹംദുലില്ലാഹ്. അതിനോടൊപ്പം വളരെ ആവേശത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ലയായ പാലക്കാട് ജില്ല. ഈ ജില്ല ഏതാനും ദിവസങ്ങളായി വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കഠിനാധ്വാനത്തിലൂടെ അലനല്ലൂരിൽ വെച്ച് വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അപ്പോഴേക്കുമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഈ കൊപ്പം വേദിയാകുന്നത്. ഈ പ്രോഗ്രാം ഒരു തുടക്കമാണ്. ഡിസംബർ 10 പുതുനഗരത്ത് വെച്ച് നടക്കുന്ന ഫാമിലി കോൺഫറൻസിൻ്റെ ഔപചാരികമായ രീതിയിലുള്ള പ്രഖ്യാപന സമ്മേളനം, പ്രചാരണ പൊതുസമ്മേളനമാണ് ഈ കൊപ്പം അങ്ങാടിയിൽ നാം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ്. ഇത് ഞാൻ ഔപചാരികം എന്ന് ബോധപൂർവം പറഞ്ഞതാണ്. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫാമിലി കോൺഫറൻസിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ സംഗമങ്ങൾ, പ്രോഗ്രാമുകൾ, പദ്ധതികൾ, മീറ്റിങ്ങുകൾ, ആസൂത്രണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇതിൻ്റെ ഒരു ഔപചാരിക സ്വഭാവം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇന്ന് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിൽ ഡിസംബർ 10 വരെയുള്ള ഓരോ ദിവസങ്ങളിലും പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളും നഗരങ്ങളും പട്ടണങ്ങളും ഉണരാൻ പോകുന്ന ഒരു സന്ദർഭത്തിലേക്ക് കൂടിയാണ് നമ്മൾ വാതിൽ തുറക്കുന്നത്. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഫാമിലി കോൺഫറൻസിൻ്റെ സന്ദേശം എത്താത്ത ഒരു സ്ഥലം പോലും ഈ ജില്ലയുടെ മുക്കുമൂലകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നാം ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഫാമിലി കോൺഫറൻസുകൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന മാസങ്ങൾ ഇനി ഫാമിലി കോൺഫറൻസിൻ്റെ മാസങ്ങളാണ്. ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വ്യത്യസ്തമായ ജനവിഭാഗങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസ് ഈ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് കോഴിക്കോട് വെച്ചുകൊണ്ട് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഫഷണൽ കോൺഫറൻസ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത്. ധാരാളം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് അതിൽ പങ്കെടുക്കുകയുണ്ടായി. പ്രൊഫഷണൽ മേഖലകളിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ആ പ്രോഗ്രാം കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ
വിസ്ഡം യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2024 അഥവാ അടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ 11, 12 തീയതികളിൽ മലപ്പുറം ജില്ലയിൽ വെച്ചുകൊണ്ട് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാതൃകയിൽ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന സവിശേഷമായ ഒരാശയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള യുവജന സമ്മേളനത്തിനുള്ള കാഹളം മുഴക്കിയിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപന സമ്മേളനം ബഹുമാന്യനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി ദക്ഷിണ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിർവഹിക്കുകയുണ്ടായി. അന്ന് മുതൽ വിസ്ഡം യൂത്തിൻ്റെ പ്രവർത്തകന്മാർ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ അധ്വാനത്തിലാണ്. അതിൻ്റെയൊക്കെ പ്രചാരണ ഭാഗമായിക്കൊണ്ട് വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ മഞ്ചേരിയിൽ വെച്ചുകൊണ്ട്, മഞ്ചേരി VP ഹാളിൽ വെച്ചുകൊണ്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:15 വരെ അധ്യാപകന്മാരുടെ ഒരു വലിയ സമ്മേളനം കേരളാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ +1, +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടീൻ സ്പേസ് എന്ന പ്രോഗ്രാം അടുത്ത ശനിയാഴ്ച ആൺകുട്ടികൾക്ക് മണ്ണാർക്കാടും പെൺകുട്ടികളുടെ പ്രോഗ്രാം എടത്തനാട്ടുകരയിലും വെച്ച് ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഇതിൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മണ്ഡലങ്ങൾ തോറും ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് മണ്ഡലം വനിതാ സമ്മേളനങ്ങളുമായി നമ്മുടെ വനിതകളും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളുമൊക്കെ അടങ്ങുന്ന ആ സമൂഹവും വളരെ സജ്ജമായി തന്നെ രംഗത്തുണ്ട്. വളരെ കഠിനാധ്വാനമാണ് ഓരോരുത്തരും ഈ ഘട്ടത്തിൽ എടുക്കുന്നത്. അള്ളാഹു ഇതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വലിയ തോതിൽ മനുഷ്യാധ്വാനവും അതുപോലെ തന്നെ സമയവും സമ്പത്തും ഇതിനു വേണ്ടി ഓരോരുത്തരും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അതെല്ലാം നമുക്ക് നാളെ നമ്മുടെ ഖബറിടത്തിൽ, നാളെ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും അത് പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ഒരു ദിവസം എല്ലാവരും തിരക്ക് പിടിച്ച ദിവസമാണ്. കച്ചവടക്കാരുണ്ട് ഇതിൽ. പലരും അവരുടെ ഷോപ്പുകൾ അടച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടക്കാൻ സമയമായിട്ട് അടക്കുന്നതല്ല, ഈ പ്രോഗ്രാമിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരത് അടച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ടാക്സി ഓടിക്കുന്നവർ അത് ഓഫാക്കിയിട്ടുകൊണ്ടാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടകങ്ങളിൽ ഒരുപാട് ജോലിഭാരങ്ങളുള്ള നമ്മുടെ സഹോദരിമാർ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അധ്യാപക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിചാരിതമായി ഇന്നവർക്ക് ക്ലസ്റ്റർ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. കേരളത്തിലെല്ലായിടത്തും നിർബന്ധമായും അധ്യാപക സമൂഹം ആ ക്ലസ്റ്റർ പരിശീലന പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ വരെ ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാളെ രാവിലെ ഇന്ന് വീട്ടിലേക്ക് എത്തിയ ശേഷം അതിരാവിലെ മഞ്ചേരിയിലേക്ക് എല്ലാവർക്കും പുറപ്പെടേണ്ടത്. ഇത് നോക്കൂ നിങ്ങൾ, നമ്മുടെ ഷെഡ്യൂൾ എത്രത്തോളം ടൈറ്റാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇന്ന് ഞാനൊരു അധ്യാപകനോട് സംസാരിച്ചപ്പോൾ എനിക്ക് വരാൻ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും എൻഗേജ് ആകുന്നുവെന്ന് പറയുമ്പോൾ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, വീട്ടിൽ ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോടൊപ്പം പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ എൻഗേജ്മെൻ്റ് ഉണ്ട്, എന്തൊക്കെ തിരക്കുകളുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും അതിനേക്കാളെല്ലാം വലിയ ഒരു പ്രതിസന്ധി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ കാണാതെ പോയിക്കൂടാ. മറ്റൊരധ്യാപിക പറഞ്ഞത്, എൻ്റെ വീട്ടിൽ നാളെ പണിക്കാർ വരുമെന്നാണ്. ആ 2 പണിക്കാർ വരുമ്പോൾ അവരെ മാനേജ് ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടാകണമെന്നാണ്. ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞത്, ആ പണിക്കാർ വരണമെങ്കിൽ, അവിടെ പണിയെടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് പണിയുണ്ടാകണം. നമുക്ക് പണിയുണ്ടാകണമെങ്കിൽ ഈ സിസ്റ്റം ഇവിടെ നിലനിൽക്കണം, ഈ തലമുറ ഇവിടെ നിലനിൽക്കണം. എന്നാൽ ആ തലമുറയുടെ അടിസ്ഥാനങ്ങൾ തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന
കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സന്ദർഭത്തിൽ അല്പം തിരക്ക് പിടിച്ചുകൊണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടൽ അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത്, ഒരു വലിയ ബിൽഡിംഗ് നിന്ന് കത്തുമ്പോൾ ആ കത്തിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിനെ കണ്ട് അതിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് നമുക്ക് പോകാനാവില്ല. എത്രമാത്രം തിരക്കുകൾ പെട്ടുകൊണ്ടാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതെങ്കിലും ആ കത്തിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന് മുമ്പിലൂടെ പോകുമ്പോൾ നമ്മളറിയാതെ ആ വണ്ടി നമ്മൾ സൈഡാക്കും. ആ സൈഡാക്കി പെട്ടെന്ന് അതിൽ നിന്ന് നമ്മൾ ഇറങ്ങും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ബക്കറ്റ് വെള്ളമാണ് അവിടെ ഉള്ളതെങ്കിൽ ആ ബക്കറ്റ് വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട്, ഒരു കോപ്പ വെള്ളം കൊണ്ട് ആ തീ അണയുകയില്ല എന്ന് എനിക്കറിയാമെങ്കിലും അതിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി, ആ തീയിനടക്കാൻ വേണ്ടി ഈ ഒരു കോപ്പ വെള്ളമാണ് അതിന് സഹായകമാകുന്നതെങ്കിൽ അതാവണം എന്ന മനുഷ്യന്റെ മനുഷ്യത്വത്തിൽ നിന്നുയർന്നു വരുന്ന ആ ഒരു ചിന്ത കൊണ്ടാണ് നമ്മൾ അറിയാതെ വണ്ടി സൈഡാക്കുന്നത്, അതിൽ നിന്നിറങ്ങുന്നത്, അത് കെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്, ഫാമിലി എന്ന് പറയുന്ന ആ മഹാഗോപുരമുണ്ടല്ലോ, അതിന് തീ പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പല ഭാഗങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കത്തുകയാണ് എന്ന് ഇന്ന് പലർക്കും അറിയുന്നില്ല എന്നതാണ് നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ചിലർ പറയുന്നത് അതിന് മുകളിൽ പുക പോകുന്നത് അത് പുകയല്ല, അത് കാർമേഘമാണ്. അത് മുകളിൽ വട്ടമിട്ട് ചുറ്റുകറങ്ങുന്ന കാർമേഘമാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ മഴ പെയ്യുവാനുണ്ട്. അത് കാലാവസ്ഥയുടെ മാറ്റമാണ്. ആ ബിൽഡിങ്ങിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടപ്പുറത്ത് തീ കാണിച്ചു കൊടുക്കുമ്പോൾ അത് തീയല്ല, അതിന്റെ പെയിന്റാണ്, അതിന്റെ കളറാണ്, അത് ലൈറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഓരോ ആശ്വാസവാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തെ നോക്കി നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, സഹോദര, അങ്ങനെയുള്ള ആശ്വാസ വർത്തമാനങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ അടിയാധരങ്ങൾ ഇളകിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹത്തെ ഭദ്രമായി നിലനിർത്തണം എന്നുണ്ട് എങ്കിൽ അവിടെ ഭദ്രമായ ഒരു കുടുംബ സംവിധാനം വളരെ അത്യാവശ്യമാണ്. ഒരു നാടിനെ നശിപ്പിക്കാൻ കുടുംബത്തെ നശിപ്പിച്ചാൽ മതി. കുടുംബത്തെ നശിപ്പിക്കാൻ കുടുംബത്തിൻ്റെ കവാടമായ അതിൻ്റെ വിവാഹത്തെ ആശയക്കുഴപ്പത്തിലാക്കിയാൽ മതി. വിവാഹ സങ്കല്പങ്ങൾ മാറി മറിയുന്നതോടുകൂടി കുടുംബത്തിൻ്റെ കവാടം കൊട്ടിയടക്കപ്പെടും. പിന്നീട് മെല്ലെ മെല്ലെ ആ കുടുംബമെന്ന സംവിധാനം അത് ഇല്ലാതെയാകുന്ന ഘട്ടമാണ്, രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബം ഇല്ലാതെയായി കഴിഞ്ഞാൽ നമ്മുടെ നാടും പാശ്ചാത്യ നാടുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകാൻ പോകുന്നില്ല. പാശ്ചാത്യ നാടുകൾ കുടുംബ സംവിധാനങ്ങൾ തകർന്ന് വ്യക്തികൾ ഓരോരുത്തരും ഒറ്റപ്പെട്ട്, ഓരോരുത്തരെയും വേട്ടയാടപ്പെട്ട്, അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് അവസാനം ഇനി കുടുംബ സംവിധാനത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ എന്തുണ്ട് വഴി എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട് ചിന്തിക്കുന്നത് എങ്ങനെ ഈ കുടുംബ സംവിധാനത്തെ തകർക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു വൈരുദ്ധ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നാം ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ പ്രോഗ്രാമുകൾക്ക് സാധാരണ വ്യത്യസ്തങ്ങളായ പേരുകൾ കൊടുക്കാറുണ്ട്. ജില്ലാ സമ്മേളനമെന്ന് പറയാറുണ്ട്, സംസ്ഥാന സമ്മേളനമെന്ന് പറയാറുണ്ട്, യുവജന സമ്മേളനമെന്ന് പറയാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള പേരുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്ന പേരിടാനുള്ള കാരണം, ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് കുടുംബമെന്ന സ്ഥാപനത്തെ, കുടുംബമെന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെയായിരിക്കണം. കേരളത്തിൻ്റെ മലമടക്കുകളിലും ഗ്രാമപ്രദേശങ്ങളിലും നഗരപട്ടണങ്ങളിലും കുടുംബമെന്ന സംവിധാനം ആലോചന ഉണ്ടാകേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന ബോധപൂർവമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ
ഫാമിലി കോൺഫറൻസ് എന്ന പേര് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേക്ക് മനുഷ്യന്മാരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ കൊപ്പം മങ്ങാടിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ മതവിഭാഗങ്ങളുണ്ടോ, അവർ ഹൈന്ദവരാകട്ടെ, ക്രൈസ്തവരാകട്ടെ, മുസ്ലിമീങ്ങളാകട്ടെ, മതമുള്ളവരാകട്ടെ, മതമില്ലാത്തവരാകട്ടെ, ഏതാളുകളാണെങ്കിലും, പണക്കാരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന സംവിധാനത്തിന്റെ പേരാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബം നിലനിൽക്കണമെന്ന കാര്യത്തിൽ ഇവിടെ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ രണ്ടഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് ഇത് സംഘടിപ്പിക്കുന്നത് എങ്കിലും ഇത് നമ്മുടെ എല്ലാവരുടെയും വിഷയമാണ്. നമ്മെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്, നമ്മുടെ കുടുംബത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, പ്രായമുള്ളവരെ കുറിച്ച്, പിഞ്ചോമന പൈതലുകളെ കുറിച്ച്, നമ്മളെ മറ്റു വീടുകളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നമ്മുടെ മക്കളെ കുറിച്ച്, ഇവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർക്ക് എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അത് വളരെ ഭീകരമായി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങളാണ് ഇന്ന് കുടുംബം എന്ന കാഴ്ചപ്പാടിലും അതിൻ്റെ കവാടമായ വിവാഹത്തെക്കുറിച്ചും ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിവാഹമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ വലിയ ആശയക്കുഴപ്പമുണ്ട്. ഒരാള് ഈ അടുത്തു പറഞ്ഞത്, മകന് കല്യാണത്തിന്റെ പ്രായമായിട്ടുണ്ട്, അവൻ തന്നെയാണ് അവൻ്റെ കല്യാണം തീരുമാനിക്കുന്നത്. എനിക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഏത് വിഭാഗമായാലും വേണ്ടില്ല, ഏത് ജാതി ആയാലും വേണ്ടില്ല, ഏത് മതമായാലും വേണ്ടില്ല, അവനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അവിടെയാണ് രക്ഷിതാക്കളുള്ളത്. എന്താണ് നിന്റെ മറുവായന? എന്താണ് നിന്റെ മറുപക്ഷം? വിവാഹമെന്ന് പറഞ്ഞാൽ പുതിയ കാഴ്ചപ്പാടനുസരിച്ച് ആണും പെണ്ണും തമ്മിലുള്ള സംഗതി മാത്രമല്ല, മാറുകയാണ്. ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്ന നമ്മളെ നിലവിലുള്ള കാഴ്ചപ്പാട് തകിടം മറിയാൻ പോവുകയാണ്. എന്താ ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായി അങ്ങനെ കുടുംബമായി ജീവിക്കുന്ന ഈ ഒരു സാമൂഹ്യ പരിസരത്തെ നമ്മൾ വേറിട്ട് വിളിക്കുന്ന പേരാണ് ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇനി അതിൽ നിന്ന് മാറി ഹോമോസെക്ഷുവാലിറ്റി എന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഇനി ആണും തമ്മിലും പെണ്ണും തമ്മിലും വിവാഹം നടത്താമെന്നു മാത്രമല്ല, അതും നോർമലായി കാണണം എന്ന ഒരു ആലോചനയാണ് ഉന്നതങ്ങളിൽ പോലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സദാചാരം, ധാർമ്മികത, മതം, സംസ്കാരം എന്നീ പദങ്ങൾ പ്രയോഗിക്കുന്നത് പോലും ഇന്ന് കുറ്റകരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ വ്യഭിചാരമെന്ന് പറയാൻ പാടില്ല, അവിഹിത ബന്ധം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ. ഇനി വിവാഹമെന്ന് പറഞ്ഞാൽ അത് 18 വയസ്സാണ്, ഇപ്പോൾ അത് പൂർത്തിയാകണമെന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് വിവാഹിതരല്ലാതെ ലിവിങ് ടുഗദറായി ജീവിക്കാൻ ആ 18-ൽ നിന്ന് അത് 16-ലേക്ക് ചുരുക്കി കൊണ്ടുവരണമെന്നാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിവാഹമോ അത് 18-ൽ നിന്ന് 21-ലേക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുപോവുകയും വേണം. ഇതിനർത്ഥം എന്താണ്? മാനമര്യാദക്ക് വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക്, ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു 2ാം നമ്പറായി കാണുകയും, എന്നാൽ വിവാഹമില്ലാതെ ലിവിങ് ടുഗദറായി ബോയ്സ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി അങ്ങനെ അങ്ങ് ഒന്നിച്ച് ജീവിക്കാനുള്ള പ്രായമാകട്ടെ അത് 16-ലേക്കൊക്കെ ഇങ്ങോട്ട് ചുരുക്കിക്കൊണ്ടുവരികയും വേണമെന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ ഒന്നുകൂടെ പച്ചയായി പറഞ്ഞാൽ, അവിചാരിതമായ ഒരു ഘട്ടത്തിൽ, ഒരു സന്ദർഭത്തിൽ ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും സംശയാസ്പദമായി നമ്മൾ കണ്ടെത്തിയാൽ, പോലീസ് കണ്ടെത്തിയാൽ, നിങ്ങൾ എന്താണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ ആരാണ് എന്നൊന്ന് ചോദിച്ചാൽ അവർ പറയണത്, ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചവരാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പൊ പെൺകുട്ടി പറയണ, എനിക്ക് 17 വയസ്സാണ്. ആൺകുട്ടിക്ക് 19 വയസ്സാണ്. രണ്ടുപേരും കുറ്റക്കാരാണ്, തെറ്റുകാരായി, വിവാഹം കഴിച്ചതോടുകൂടി തെറ്റുകാരായി. എന്നാൽ അവർ അവിടെ തന്നെ വെച്ച് പറയുന്നു, എന്ത്? ഞങ്ങൾ വിവാഹിതരൊന്നുമല്ല, ഞങ്ങൾ ലിവിങ് ടുഗദറാണ്, ഞങ്ങൾ ഒരേ കോളേജിൽ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ്.
ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അവർക്ക് കുറ്റമില്ല, അവർക്ക് കുറ്റമില്ല. ഇതാണ് ഇനി പുതിയതായി വരാൻ പോകുന്ന നരേഷൻ. വളരെ മാനമര്യാദക്ക് ഒരാൾ ഗേറ്റ് തുറന്ന് വീടിനുള്ളിലേക്ക് കോളിംഗ് ബെല്ലടിച്ച് കയറി വന്നാൽ അത് തെറ്റും. എന്നാൽ രാത്രിയിൽ ആരും കാണാതെ ഓടിളക്കിക്കൊണ്ട് ആ ഓട് പൊളിച്ച് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് ചാടിയാൽ അവർ കുറ്റക്കാരല്ല, അവർ നല്ല ആളുകളുമാണ് എന്ന് പറയുന്ന ഒരു വിരോധാഭാസമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർഗരതി കുറ്റകരമല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. ആത്മഹത്യ ഇനി മുതൽ കുറ്റകരമല്ല എന്ന് പറയുന്നു. സ്നേഹം, കരുണ, ദയ പോലുള്ള ആ ആഗ്രഹങ്ങൾ, ആ ഒരു വികാരങ്ങൾ മനുഷ്യന് വേണ്ടതില്ല എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പാരലൽ വേൾഡിലാണ് ഇന്ന് പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലിബറലിസത്തിലൂടെ ദൈവനിരാസത്തിലേക്ക് അവർ നടന്നെടുക്കുകയാണ്. അങ്ങനെ വിവാഹ സങ്കല്പങ്ങൾ മൊത്തത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത്. ഇതിനാണ് LGBTQ സ്പെക്ട്രം എന്ന പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താ? ഒരു ചെറിയ ഒരു ടെക്നിക്ക് അതിലുണ്ട്. നമുക്കറിയാം, അതിലൊരു പ്രത്യേക വിഭാഗം പരിഗണന അർഹിക്കുന്നവരാണ്. LGBTQ എന്ന് പറയുന്നതിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകാത്ത സാഹചര്യം, അത്തരം ആളുകൾ വളരെ അപൂർവമായിട്ടുണ്ട്. ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇന്റർസെക്സ് എന്ന് പറയുന്ന ആളുകൾ, അതെന്താ? അവരുടെ അവയവങ്ങൾ വ്യക്തമല്ലാത്ത ആളുകൾ, അതും അഡ്രസ്സ് ചെയ്യേണ്ട കേസാണ്. എന്നാൽ L എന്ന് പറയുന്നത് എന്താ? G എന്ന് പറയുന്നത് എന്താ? L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, പെണ്ണും പെണ്ണും തമ്മിൽ നടക്കുന്ന വിവാഹ ബന്ധങ്ങൾ അല്ലെങ്കിൽ ആ നിലക്കുള്ള ലൈംഗിക ബന്ധങ്ങൾ. ഗേ എന്ന് പറയുന്നത്, G എന്ന് പറഞ്ഞാൽ ഗേ എന്നാണ്, ആണും ആണും തമ്മിൽ നടക്കുന്ന ബന്ധങ്ങൾ. ഇതിനെ കൂടി കൂട്ടി അവസാനം പ്ലസ് എന്നിട്ട് വെച്ചിട്ടുണ്ട്. ആ പ്ലസ്സിൽ എന്തൊക്കെ ഇനി വരാനുണ്ട്? മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള രതി, സ്വന്തം കുടുംബാംഗങ്ങൾ, അച്ഛനും മകളും തമ്മിലുള്ള രതി, സഹോദരനും സഹോദരിയും തമ്മിലുള്ള രതി, ഇതൊക്കെ ഇനി അതിൽ വരാനിരിക്കുന്ന സംഗതികളാണ്. പാശ്ചാത്യ നാടുകളിൽ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള രതി, ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. അഥവാ നിലവിലുള്ള സാമൂഹ്യ സങ്കല്പങ്ങളെ തച്ചുടച്ചുകൊണ്ട് പുതിയൊരു മാർഗത്തിലേക്ക് നമ്മുടെ നാട് അതിവേഗം ബഹുദൂരം യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഫാമിലി കോൺഫറൻസുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെയാണ് ഇതൊന്നും നമ്മുടെ വീട്ടിലേക്ക് കയറി വരില്ല എന്നാണ് ചിലർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങളുടെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾ, മറ്റേതെങ്കിലും ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ പോകുമ്പോൾ നമ്മുടെ മക്കളായിരിക്കും. എന്നാൽ തിരിച്ചു വരുമ്പോൾ ഇതുപോലെയുള്ള ആശയങ്ങൾ തലയിൽ കയറ്റിക്കൊണ്ടാണ് പലരും കടന്നു വരുന്നത്. അതിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും വ്യത്യാസമില്ല. അവർ ഈ ലോകത്ത് തന്നെയല്ല. ഇന്നെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? എന്തു പറ്റി എന്ന ചോദ്യമാണ്. ധാർമ്മികതയും സദാചാര്യവും മൂല്യബോധവുമുള്ള ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ നാടിന് എന്തു പറ്റി, നമ്മുടെ അടുത്ത ജനറേഷൻ എന്തു പറ്റി എന്നാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? നമുക്കൊന്നും പരിചയമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൊപ്പത്തിന്റെ ഒരു വെളിപ്പാടപ്പുറത്തുള്ള പ്രദേശമാണല്ലോ വളാഞ്ചേരി എന്ന് പറയുന്നത്. വളാഞ്ചേരിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നത് നമ്മൾ കണ്ടതാണ്. ആ ചെറുപ്പക്കാരന്റെ ശ്രോതാക്കളായി എത്തിയത് 8ലും 9ലും 10ലും പഠിക്കുന്ന ആൺകുട്ടികളാണ്. എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. 100 കണക്കിന് കുട്ടികൾ അവിടെ തടിച്ചുകൂടി ഏതോ ഒരു വലിയ സെലിബ്രേറ്റ് വന്നിറങ്ങിയതുപോലെ വളരെ ആരാധനാപൂർവം അവൻ്റെ പിന്നിൽ കൂടിയ ദൃശ്യം നമ്മൾ കണ്ടു. കേരളം ചർച്ച ചെയ്തത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോയി. എന്തു പറ്റി? നമ്മളെല്ലാവരും ചോദിച്ചു, എന്തു പറ്റി ഈ കുട്ടികൾക്ക്? കാരണം അറുവഷളൻ തമാശകളാണ് മൈക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തമാശകൾ കേട്ടുകൊണ്ട് ഈ കുട്ടികൾ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്രക്കാർ വന്ന്, ചാനലുകാർ വന്ന് ആ കുട്ടികളുടെ മുന്നിലേക്ക് അവരുടെ മൈക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ നിന്നാണോ വരുന്നത്? നിങ്ങളുടെ വീട്ടുകാർ ഇതറിയുമോ? ഞങ്ങൾ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ നോർമലൈസ് ചെയ്ത രീതിയിലാണ് അവിടെ
കുട്ടികൾ പെരുമാറുന്നതായി നമ്മൾ കണ്ടത്. ആ വാർത്തകൾ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ അറുവശലൻ തമാശകൾ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രവുമല്ല അവൻ്റെ മറ്റു വീഡിയോസുകളിലേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടത് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന രംഗങ്ങളാണ്. എന്തൊക്കെയോ കോപ്രാന്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊപ്പമങ്ങാടിയിൽ പലപ്പോഴും മനസ്സിന് നിലതെറ്റിയ മനുഷ്യന്മാരെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവർ കുളിക്കാറില്ല, അവർ വസ്ത്രം ധരിക്കാറില്ല, അവരെന്തും ചെയ്തുകൊണ്ടിരിക്കും, അവർ മനോവിഭ്രാന്തിയുള്ളവരാണ്. അവരെ നമ്മൾ ആക്ഷേപിക്കുകയല്ല, പക്ഷേ അവരങ്ങനെ പെരുമാറുന്നതിന് ഒരു കാരണം നമുക്ക് പറയാം. എന്നാൽ അതിനേക്കാൾ മോശമായ കാര്യങ്ങളാണ് ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് ഇയാൾ ചെയ്യുന്നത്. അല്പം ചിപ്സ് എടുക്കുന്നു, ആ ചിപ്സ് തിന്നുന്ന രൂപം എന്താ? സ്വന്തം അടിവസ്ത്രത്തിലേക്ക് ബനിയന്റെ ഉള്ളിലൂടെ അണ്ടർവെയറിലൂടെ അടിവസ്ത്രത്തിലേക്ക് അതിടുന്നു, എന്നിട്ട് അത് തിരുമ്പുന്നു, എന്നിട്ട് അത് രണ്ടാമതെടുത്ത് അതിങ്ങനെ കഴിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ കൈയടിക്കുന്നു, ലൈക്ക് അടിക്കുന്നു. നാം ചോദിക്കുന്നു, എന്തു പറ്റി നമ്മുടെ തലമുറക്ക് എന്ന്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഈ കുട്ടികൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ഈ നാടിന് എന്ന്. നമ്മളോട് തിരിച്ചവർ ചോദിക്കുക, നമുക്കാണ് കുഴപ്പം, ഇത് ചോദ്യം ചെയ്യുന്നവർക്കാണ് തകരാർ, അവരുടെ രക്ഷിതാക്കൾക്കാണ് കുഴപ്പം, അവരുടെ ജ്യേഷ്ഠന്മാർക്കാണ് കുഴപ്പം, അവരുടെ അമ്മമാർക്കാണ് കുഴപ്പം, അവരുടെ ഉമ്മമാർക്കാണ് പ്രശ്നം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പത്തെ കാലം എങ്ങനെയാണ്? ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ കാലമാണ്, ഇത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്, ഇത് തൊപ്പിയുടെ കാലമാണ്, ഇത് കുപ്പിയുടെ കാലമാണ്. നിങ്ങള് ഏത് ഗ്രഹത്തിൽ നിന്നാണ് വന്നത് എന്നാണ് രക്ഷിതാക്കളോട് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടയിലൂടെയാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് പുഴകൾ ഒരുമിച്ച് ചേരുകയാണ്. ഒരു പുഴ ഇതുവരെ നമ്മൾ നിലനിർത്തി പോരുന്ന ആ ധാർമ്മികതയുടെ സദാചാരത്തിന്റെ ശാന്തമായ പുഴയാണ്. മറുഭാഗത്തൊഴുകിക്കൊണ്ടിരിക്കുന്നതോ പുതിയ സംസ്കാരത്തിന്റെ ഒരു പുഴയും. ഈ രണ്ട് പുഴയും വന്ന് കൂടിച്ചേരുന്നിടത്തുള്ള ചുഴിയിൽപ്പെട്ട് കേരളം വിങ്ങിപ്പൊട്ടുമ്പോഴാണ് ഫാമിലി കോൺഫറൻസുമായി നമ്മൾ മുന്നോട്ട് വരുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? അല്പം അധ്വാനിക്കണം സഹോദരങ്ങളെ, അല്പം ഉറക്കമൊഴിക്കാൻ നമ്മൾ തയ്യാറാകണം, ഇല്ലാത്ത പണം എടുത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ നാടിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ, ഈ കുത്തിയൊഴുകുന്ന ജനത്തെ കെട്ടി നിർത്തണമെങ്കിൽ, അണകെട്ടി നിർത്തി ഇതിനെ തിരിച്ചൊടുക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് അവൻ വരട്ടെ, ഇവൻ വരട്ടെ, മറ്റുള്ളവർ ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ നമുക്ക് സമയമില്ല. അവസാനത്തെ വണ്ടി പോകുന്നതിന് മുമ്പ് ഇതാ വിളിച്ചു പറയണം, ഇതാ നമ്മുടെ നാട് തകരുന്നു, നമ്മുടെ കുടുംബം തകരുന്നു എന്ന് എത്ര നേരത്തെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുവോ അത്ര നേരത്തെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. ആ പ്രളയജലത്തിൽ ഇതാ കുടുംബങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലിബറലിസത്തിന്റെ പ്രളയജലം, അതുപോലെ തന്നെ എല്ലാ അസാൻമാർഗികതയുടെയും പ്രളയജലം. ആ പ്രളയജലത്തിൽ ചില ആളുകൾ അരഭാഗം മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ കഴുത്തറ്റം മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ കൈ മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ. ഈ സമയത്ത് അവരതിൽ നിന്ന് വലിച്ചു കയറ്റാനുള്ള അങ്ങേയറ്റത്തെ ശ്രമത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പരിപാടിക്ക് കുറച്ചേറെയല്ലേ, ഇത്രയൊക്കെ വേണോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം അധ്വാനിച്ചാലും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ ഒരു വലിയ യുദ്ധം തന്നെ, ഒരു ധാർമ്മികമായ പടയോട്ടം തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് നമ്മൾ ആ രംഗത്ത് അങ്ങനെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ആ രീതിയിൽ തന്നെ നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ പരിഹാരങ്ങളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. എന്താണ് പരിഹാരം? ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ നാരായവേരിലേക്ക് പോവുക എന്നതാണ്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, ലിബറൽ വാദങ്ങളാണ്. ഈ കുടുംബ സംവിധാനങ്ങളെ സംബന്ധിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചും തെറ്റായ സമീപനങ്ങളാണ് ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ എന്താണ് ലിബറലിസം എന്ന് നാട്ടുകാരെ പഠിപ്പിക്കണം. എന്തു പറ്റി എന്നാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. ഇത് യാദൃച്ഛികമായി പറ്റിയതല്ലെന്നും ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്നും ഇത് ആഗോളാടിസ്ഥാനത്തിൽ നേരത്തെ വന്നു കഴിഞ്ഞതാണെന്നും അവിടങ്ങളിലൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ആ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്നും മലയാളിയെ നമ്മൾ പഠിപ്പിക്കണം. അവിടേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. പുരോഗമനത്തിന്റെ മട്ടുപ്പാവിലേറിക്കൊണ്ട് നാം നടന്നു പോകുന്നത് അധോഗതിയിലേക്കാണ്, അഗാധഗർത്തങ്ങളിലേക്കാണ് എന്ന് മലയാളിയോട് വിളിച്ചു പറയേണ്ടുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
ആ എന്തു പറ്റി എന്ന് ചോദിക്കുന്ന ആ ഒരവസ്ഥക്ക് മറുപടി ഇത് തന്നെയാണ്. നമ്മൾ ലിബറലിസം എന്ത് എന്ന് പഠിപ്പിക്കണം, അതിൻ്റെ മറുപക്ഷം നമ്മൾ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ ഇതിൻ്റെ പിന്നിൽ കാണുന്നത് ലഹരിയാണ്. നമുക്കറിയാം 2019 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് അനുസരിച്ച് ലഹരി ഉപയോഗം ദുരിതമനുഭവിക്കുന്നവർ ലോകത്ത് 35 ദശലക്ഷമാണ്. 11.8 ദശലക്ഷം മരണം ഒരു ദിവസം ഈ ലഹരിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ്. കൗമാരക്കാർക്കിടയിൽ 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലാണത്രേ ധാരാളം കുട്ടികൾ ലഹരിയിലേക്ക് ആദ്യമായി ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. കണ്ടെത്തുമ്പോഴേക്കും ഇവർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത വിധം അവരതിന് അഡിക്റ്റായി പോയിരിക്കുന്നുവെന്നതാണ് നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നം. സാമൂഹ്യ നിരീക്ഷകന്മാർ നിരീക്ഷിക്കുന്നത് സമീപഭാവിയിൽ, അധികമൊന്നും പോകേണ്ടതില്ല, സമീപഭാവിയിൽ കേരളത്തിലെ ഓരോ വീട്ടിലും ഒരു കുട്ടിയെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകളിൽ നിർബന്ധമായും കൊണ്ടുചെന്നാക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു മനോവിഭ്രാന്തിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരു കുട്ടിയെങ്കിലും ഒരു വീട്ടിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യം അതിവിദൂരമല്ല എന്നാണ്. ഒരു പ്രത്യേക മാനസികാവസ്ഥ രൂപപ്പെടുകയാണ്. കാരണം സിന്തറ്റിക് ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ക്രൂരമായ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ന്യൂസിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ ആർത്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അധികാരക്കൊതി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈംഗിക അരാജകത്വം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളുടെ അടിമത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനവനിലേക്ക്, സ്വാർത്ഥതയിലേക്ക് എല്ലാവരും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി തെറ്റുകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തലാണ്. ഇതിൻ്റെ മാനദണ്ഡം ആളുകൾ മറന്നു പോവുകയോ മറക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നുവെന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഈ പുതിയ കാലത്തിന് ഒരുപാട് പേരുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പേര് ഇത് സത്യാനന്തരകാലമാണ് എന്നാണ്. എന്താണ് സത്യാനന്തരകാലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പകൽ 12 മണിയാണ് എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഞാനിവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതായത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ ശരിയായി അവതരിപ്പിക്കുന്ന കാലം, അതിനെ ശരിയാണ് എന്നെല്ലാവരും പറയണമെന്ന് പറയുന്ന കാലം. ആരെങ്കിലും അത് അംഗീകരിച്ചില്ലെങ്കിൽ അവൻ മോശക്കാരനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലം. ഇവിടെ വെച്ച് ഒരാൾ പ്രഖ്യാപിക്കുകയാണെന്ത്, ഇപ്പൊ രാത്രി ഉച്ചക്ക് 12 മണിയാണ്. അപ്പൊ നമ്മൾ പറയുന്ന അല്ല, ഇപ്പോൾ രാത്രി 8 മണിയാകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 8 മണിയാകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞവനാണ് ന്യൂനപക്ഷം. ഭൂരിപക്ഷം ആരാ? ഇപ്പോൾ ഉച്ചയാണ് എന്ന് പറഞ്ഞവരാണ്. അപ്പൊ അവസാനം ഈ ന്യൂനപക്ഷം കൂടി എന്ത് വിചാരിക്കും? അവർക്ക് കൂടി ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവർ കൂടി അവരുടെ വാദം മാറ്റും. ആ ശരിയാണ്, ഞാൻ വിചാരിച്ചില്ല, നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഇപ്പം ഉച്ച തന്നെയാണ്. അപ്പം ഇനി ഉച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടല്ലാതെ നിവൃത്തില്ല. ഇതിനാണ് സത്യാനന്തരകാലമെന്ന്, പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയാം. ശരി ഏത് തെറ്റേതെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ തെറ്റായി എന്തൊക്കെ പറയപ്പെടുന്നുവോ അതിനെയെല്ലാം അത് ചെയ്യുന്ന ആളുകൾ നോർമലൈസ് ചെയ്യുന്നു. കോടതികൾ അതിന് അംഗീകാരം കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇനി വ്യഭിചാരം എന്ന് പറയാൻ പാടില്ല, ഇനി അവിഹിത ബന്ധം എന്നേ പറയാൻ പാടുള്ളൂ. അതിനർത്ഥം എന്താ? വിവാഹത്തിലൂടെ കുഞ്ഞുണ്ടാകുന്നതും വിവാഹം കഴിക്കാതെ കുട്ടിയുണ്ടാകുന്നതും ഒരുപോലെയാണ്. ഒന്ന് ശുദ്ധവും മറ്റൊന്ന് അശുദ്ധവും എന്ന് പറയാൻ ഇനി പാടില്ല എന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്നാണ് പ്രത്യേകമായ ഓർഡർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനപ്പുറം നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെയുണ്ട്. ഇത് ഒരു മദ്യപിക്കുന്ന ഒരാളോട് പോയിട്ട് മദ്യപാനം തെറ്റാന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന് പറയും, അവൻ ന്യായീകരിക്കും. അതുപോലെ വ്യഭിചരിക്കുന്ന ഒരാളോട്, അത് അഭിസാരികളോട് അത് പറഞ്ഞാൽ അത് ഞങ്ങളെ വരുമാന മാർഗ്ഗമാണ്, ഞങ്ങളെ തൊഴിലാണ് എന്ന് അവർ ന്യായീകരിക്കും. പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ പലിശയെ ന്യായീകരിക്കും. അങ്ങനെ ഏതുവരെ മനുഷ്യന്മാരെ കൊല്ലുന്നവർ വരെ അതിന് ന്യായീകരണം പറയുന്ന ഒരു കാലം. അങ്ങനെ എല്ലാവരും അവനവൻ ചെയ്യണമൊക്കെ ന്യായീകരിച്ച് പോയിട്ട് അത് വൈകുന്നേരം ചാനലുകൾ, റൂമുകളിൽ എല്ലാവരും പാടെ കൂടിയിരുന്ന് കണ്ട് എല്ലാത്തിനും ലൈസൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇതാണല്ലോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാക്കാതെ ഓരോരുത്തർ അവന് തോന്നിയ പോലെ പോവുക. സഹോദരങ്ങളെ, ഇവിടെയാണ് നമുക്ക് പരിഹാരം പറയാനുള്ളത്. എന്ത്? നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ആ മൊബൈൽ ഫോണിന് എന്തെങ്കിലും തകരാറ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഒരേ കമ്പനിയുടെ മൊബൈൽ ഫോൺ അല്ല, വ്യത്യസ്തമുണ്ട്. സാംസങ് ഉണ്ട്, നോക്കിയയുണ്ട്, പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ ഫോണ് കേട് വന്നാൽ, തകരാറിലായാൽ അത് നന്നാക്കേണ്ടത് സാംസങ് കമ്പനി പറഞ്ഞതുപോലെ നന്നാക്കിയാൽ അത് നന്നാവുള്ളൂ. ഇത് മിനിമം യുക്തിയല്ലേ? ആർക്കും അതിൽ സംശയമുള്ളത്? എൻ്റെ മുമ്പിൽ ഇതാ ഈ കൊപ്പം മങ്ങാടിയിൽ ധാരാളം കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായ ഇലക്ട്രോണിക് മെഷീനുകളുണ്ട്, ഉപകരണങ്ങളുണ്ട്, ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്, അനുബന്ധമായ സാമഗ്രികളുണ്ട്. അത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു പുസ്തകം തരും. ഇത് എന്തെങ്കിലും തകരാറ് വന്നാൽ ആ പുസ്തകം നോക്കിയിട്ടാണ് അത് നന്നാക്കേണ്ടത്. ഇതൊരു സാമാന്യ യുക്തിയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? ഒരു വസ്തു കേട് വന്നാൽ അത് ഉണ്ടാക്കിയ ആളുകൾ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, നന്നാക്കേണ്ടത് എന്ന് അവർ തന്ന ഗൈഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അത് നന്നാക്കേണ്ടത്. ഇതൊരു സാമാന്യ യുക്തിയാണ്. ഇവിടെ കേട് വന്നത് ആർക്കാ? ഫ്രിഡ്ജിനും TVക്കും അതുപോലെ ഫോണിനും ബസ്സിനും ഇതൊന്നും അല്ല, മനുഷ്യനാണ്. നമുക്ക് ഓരോരുത്തർക്കുമാണ്, ആളുകൾക്കാണ് കുഴപ്പം. മനുഷ്യനെ ഏതെങ്കിലും ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്തവനാണോ? അല്ല, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ആ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവുണ്ട്. അതുകൊണ്ട് സ്രഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ച ശേഷം അവൻ എങ്ങനെ ജീവിക്കണമെന്ന ഒരു കാറ്റലോഗ് കൂടി, ഒരു വഴികാട്ടി കൂടി നൽകിക്കൊണ്ടാണ് ഈ ലോകത്തേക്ക് മനുഷ്യരെ അയച്ചിട്ടുള്ളത്. ആ വഴികാട്ടിയുടെ, ആ കാറ്റലോഗിന്റെ പേരാണ് വേദഗ്രന്ഥം എന്ന് പറയുന്നത്. അത് ഇവിടെ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും അത് നൽകിയിട്ടുണ്ട്. അതിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനമായി ഇറക്കിയ വേദമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആൻ മാനവർക്കുള്ള, ഈ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള മാർഗദർശന ഗ്രന്ഥമാണ്, അവരുടെ കാറ്റലോഗാണ്. فمن تبع هداي فلا خوف عليهم ولا هم يحزنون. എന്നിൽ നിന്നുള്ള ഹുദ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കഴിഞ്ഞാൽ, ഫമൻ തബിഅ ഹുദായ, അതിനെ, ആ ഹുദയെ, ആ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്കൊരിക്കലും വ്യസനിക്കേണ്ടി വരികയില്ല. അതിന്റെ മറുവശം എന്താ? മനുഷ്യൻ അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരമായിക്കൊണ്ട് മനുഷ്യനിർമ്മിതമായ തത്വദർശനങ്ങളെയും ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങളെയുമാണ് അവൻ വഴിവിളക്കായി സ്വീകരിക്കുന്നത് എങ്കിൽ അവൻ ദുഃഖിക്കേണ്ടി വരും, അവൻ വിഷമിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അതിന്റെ മറുവായന നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് നിങ്ങളെ മാർഗം കാണിക്കുന്നത് എന്നാണ്. ഈ കൊപ്പം മങ്ങാടിയിൽ വെച്ച് ഞാനിതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതെന്തിന് ഞങ്ങളോട് പറയണം, അത് മുസ്ലിമീങ്ങളുടെ ഒരു ഗ്രന്ഥമല്ലേ, അത് അവർക്ക് മാത്രം ബാധകമല്ലേ എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഖുർആൻ അത് റദ്ദ് ചെയ്യുന്നുവെന്നതാണ്, ഖുർആൻ അതിനെ നിഷേധിക്കുന്നുവെന്നതാണ്. ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാകുന്നു ഖുർആൻ എന്നാണ്. അഥവാ ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും, അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഒരുപോലെയുള്ള മാർഗദർശന ഗ്രന്ഥമാകുന്നു ഖുർആൻ എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഇത് സാധാരണയുള്ള കേവലം ഒരു പുസ്തകത്തെ പോലെയുള്ള ഒരു പുസ്തകമല്ല, ഇത് ദൈവികമാണ്. അത് ദൈവികമാണ് എന്ന കാര്യത്തിന് ആ വിശുദ്ധ ഖുർആൻ തന്നെയാണത് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് വരെ ഖുർആൻ പറഞ്ഞ വെല്ലുവിളി സ്വീകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരായത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യം ഇന്നും അഷ്ടദിക്കുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മാറ്റത്തിരുത്തലും ഇന്ന് ആർക്കും അതിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ എന്തെല്ലാം ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടോ അതൊക്കെ യാഥാർത്ഥ്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഈ ഖുർആൻ എന്ന് പറയുന്നത്
അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, സട്ടാവിൻ്റെ അടുക്കൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് എന്ന കാര്യത്തിന് യാതൊരു തർക്കവും ആവശ്യമില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സൂര്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? അത് സ്വയം ജ്വലിക്കുന്ന ഒരു ഗോളമാണ് എന്നാണ്, അതൊരു വിളക്കാണ് എന്നാണ്. എന്നാൽ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞത് എന്താ? വഖമറൻ മുനീറാ, അതൊരു പ്രകാശമാകുന്നുവെന്നാണ്. സൂര്യനെ കുറിച്ച് അത് സ്വയം ജ്വലിക്കുന്നതാണ്. തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. അതേ, സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ് അർത്ഥം, അഥവാ സ്വയം ജ്വലിക്കുന്നത് എന്നാണ് അർത്ഥം. എന്നാൽ ചന്ദ്രനാകട്ടെ വഖമറൻ മുനീറാ, അത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അത് സ്വയം ജ്വലിക്കുന്നില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ ലോകം കേട്ട കാര്യമാണ്. ഇന്നിതാ നമ്മൾ ചന്ദ്രയാനിലേക്ക് നമ്മൾ ചന്ദ്രയാൻ പേടകം വിക്ഷേപിച്ച കാലഘട്ടത്തിലാണുള്ളത്, ചന്ദ്രനിൽ ഇറങ്ങിയ കാലഘട്ടത്തിലാണുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു, സൂര്യൻ സ്വയം ജ്വലിക്കുന്നതാണ്, ചന്ദ്രനാകട്ടെ അതിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെന്ന്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് എഴുത്തും വായനയും അറിയാത്ത, നിരക്ഷരനായ, വാനശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാത്ത, ഗോളശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാത്ത ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സത്യം അറിഞ്ഞത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇത് സൂര്യൻ്റെ സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമാണ്, ഇത് ചന്ദ്രൻ്റെ സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമാണ്, ഇത് കടലിൻ്റെ സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമാണ്, ഇത് അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമാണ്, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലേക്ക് മനുഷ്യൻ മടങ്ങുകയല്ലാതെ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരമില്ല സുഹൃത്തുക്കളെ. അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊമ്പ് കുലുക്കി പല ഗവേഷണങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അവസാനം യൂ-ടേൺ എടുത്ത് അവ പറഞ്ഞിടത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. ഞാൻ സമയദൈർഘ്യം ഭയന്ന് അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നിങ്ങൾക്കറിയാലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥാനം നമ്മുടെ ഇന്ത്യയിലേക്ക് കിട്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് കിട്ടാൻ 2 കാരണമാണ്. ഒന്ന്, ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലുണ്ട്. രണ്ടാമത്തെ കാരണം, ചൈനയിൽ ആളുകൾ കുറഞ്ഞു എന്നതാണ്. ചൈനയിൽ ആളുകൾ കുറഞ്ഞു എന്നതാണ്. ചൈനയിൽ കുറഞ്ഞതല്ല, അത് കുറച്ചതാണ്, ശക്തമായി വെട്ടിക്കുറച്ചതാണ്. എന്തേ കാരണം? മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വന്ന ഒരു തത്വശാസ്ത്രം അവിടെ വർക്ക് ചെയ്തു. കൂടുതൽ ആളുകൾ ഉണ്ടായാൽ രാജ്യം പട്ടിണിയിലാകും, പരിവട്ടത്തിലാകും. അതിനു മാത്രമുള്ള വിഭവങ്ങൾ നാട്ടിലില്ല. അതാണല്ലോ ജനസംഖ്യാ ദിനത്തിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശം, ഇപ്പോഴും കൊടുക്കുന്ന സന്ദേശം അതാണ്, കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അങ്ങനെ അവസാനം ചൈന 3 ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ 2 പാടുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ ഒരാൾക്ക് 1 കുട്ടിയെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുക മാത്രമല്ല, അത് വയലേറ്റ് ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ഇൻഷുറൻസുകൾ കട്ട് ഷോട്ട് ചെയ്തു. ഗവൺമെന്റ് സേവനങ്ങൾ അവർക്ക് നൽകിയില്ല. അങ്ങനെ പ്രയാസപ്പെടുത്തി കുടുംബങ്ങളെ കൊണ്ട് 1 കുട്ടിയിൽ മാത്രം ഒതുക്കി. അങ്ങനെ ഒരു വലിയ കാലം അവർ മുന്നോട്ട് പോയി. അതിൻ്റെ തിക്തഫലം ഇന്ന് ചൈന അനുഭവിച്ചു. എന്താ? അവിടെ ജനറേഷൻ ഗ്യാപ്പ് വന്നു. മുതിർന്ന ആളുകളുടെ എണ്ണം കൂടി, പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്തു. വീടുകളിൽ വൃദ്ധന്മാരെ നോക്കാൻ ആളില്ലാതെയായി, വൃദ്ധന്മാർ ഒറ്റപ്പെടുന്ന അവസ്ഥയായി, അവരൊരു ബാധ്യതയായി മാറി. പുതിയ ചെറുപ്പക്കാരാണെങ്കിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നുമില്ല. വിഭവങ്ങൾ കുറയാൻ തുടങ്ങി. കമ്പനികളിൽ ജോലികൾ നിർത്തേണ്ടി വന്നു. ഉൽപാദനം കുറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക നില അട്ടിമറിയാൻ തുടങ്ങി. അതാ അപ്പോൾ ഗവേഷണം വരുന്നു, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന്. ഇപ്പോൾ ചൈന സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1-ലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന വീടുകൾക്ക് സമ്മാനം പ്രഖ്യാപിച്ച നമ്മുടെ കൺമുമ്പിലുള്ള രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഞാൻ എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലകും കാന ഖിത്അൻ കബീറാ. വലാ തഖ്തുലൂ, നിങ്ങൾ വധിച്ചു കളയരുത്, കൊന്നുകളയരുത്, ഔലാദക്കും, നിങ്ങളുടെ മക്കളെ. എന്തുകൊണ്ട്? വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത ഇംലാഖ്,
പട്ടിണി കിടക്കും, പരിവട്ടമുണ്ടാകും, പ്രയാസമുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരിക്കലും വധിച്ചു കളയരുത്. കാരണം എന്താ? നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്, നാം ആകുന്നു. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. കുഞ്ഞുങ്ങളെ വധിക്കുക എന്നത്, കൊല്ലുക എന്നത്, ജനസംഖ്യ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും വലിയ അക്രമമാകുന്നു. എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കി നിങ്ങൾ. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ അവന് വെറും കൈകാലുകൾ മാത്രമല്ല ഉള്ളത്, അവന് വായു മാത്രമല്ല ഉള്ളത്, അവന് ചുണ്ട് മാത്രമല്ല ഉള്ളത്, അവന് കഴിക്കാനുള്ള നാവും ചുണ്ടും അത് ശേഖരിക്കുവാനുള്ള വയറും മാത്രമല്ല ഉള്ളത്, അവന് പണിയെടുക്കാനുള്ള കൈകാലുകളുണ്ട്, അവന് സൂപ്പർ പവർ കമ്പ്യൂട്ടറിനെ പോലും വെല്ലുന്ന തലച്ചോറുണ്ട്, ഹൃദയമുണ്ട്, ചിന്തിക്കാനുള്ള വിഭവശേഷിയുണ്ട്. അഥവാ ഓരോ വ്യക്തിയും എന്ന് പറയുന്നത്, മാൻ പവർ എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മൂലധനം എന്ന് പറയുന്നത്. ആ മൂലധനത്തെ ഭംഗിയായി ഉപയോഗിക്കുന്നിടത്താണ് ഒരു രാജ്യം വിജയിക്കേണ്ടത്, ഭരണാധികാരികൾ വിജയിക്കേണ്ടത്. നമുക്കൊരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്, അതൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ കഴിയുന്ന കുഞ്ഞുങ്ങളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, തിരിച്ചു നടക്കണ്ടേ? ഇത് ഇസ്ലാം മുമ്പേ പറഞ്ഞപ്പോ അവർ പന്നികളെപ്പോലെ പ്രസവിച്ചു കൂട്ടുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പരിഹസിച്ചു. ആ പരിഹാസങ്ങൾ ഇവിടെ ഏറ്റുവാങ്ങി. പക്ഷേ ഇന്നതാ സമ്മാനം കൊടുക്കുകയാണ്, കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? മനുഷ്യന്റെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ മനുഷ്യന്റെ സ്രഷ്ടാവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് സ്രഷ്ടാവ് പറഞ്ഞിടത്ത് നമ്മൾ നിൽക്കണം. ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യു ടേൺ എടുത്ത് വരും. യു ടേൺ എടുത്ത് വരുമ്പോഴേക്കും ഒരുപാട് തലമുറകൾ അതിന്റെ തിക്തഫലം അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ലഹരി, യൂറോപ്യൻ നാടുകൾ തെരുവുകൾ നോക്കൂ നിങ്ങൾ, ഓരോരുത്തരും തലകറങ്ങി വീഴുകയാണ്, വല്ലാത്ത അവസ്ഥയിലാണ്. സഹോദരങ്ങളെ, ഇനി നമ്മുടെ നാടും അതിലേക്കാ പോകുന്നത്. മദ്യത്തെ പല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ നാടും വീടും കുടുംബവും കുട്ടികളും നന്നാകണമെങ്കിൽ ആ സ്രഷ്ടാവ് പറഞ്ഞ ഒരു മനുഷ്യ പ്രകൃതിയിലേക്ക് മനുഷ്യൻ തിരിച്ചു വന്നേ പറ്റൂ. ഇത് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം, നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം. ഇതിനാണ് ഇൻഷാ അല്ലാഹ് ഡിസംബർ 10-ാം തീയതി പാലക്കാടിൻ്റെ അങ്ങേയറ്റത്തുള്ള പുതുനഗരത്ത് നമ്മൾ ഒന്നുചേരുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നു ചെന്ന സഹോദരിമാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആ ഡിസംബർ 10 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അന്ന് കല്യാണങ്ങൾ ഉണ്ടാകരുത്, അന്ന് സൽക്കാരങ്ങൾ ഉണ്ടാകരുത്, അന്ന് മറ്റുള്ളവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പൊതുസംഗതികളും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കരുത്. അന്ന് നമുക്ക് വാഹനമെടുത്ത് കുടുംബസമേതം ഇൻഷാ അല്ലാഹ് പാലക്കാട് പുതുനഗരത്ത് നമുക്ക് വരണം. നമ്മൾ മാത്രം വന്നാൽ പോരാ, നമ്മൾ ആരൊക്കെ സ്നേഹിക്കുന്നുവോ, നമുക്ക് ആരോടൊക്കെ അലിവുണ്ടോ, ആരോടൊക്കെ നമുക്ക് കരുണയുണ്ടോ, അവരെയെല്ലാം നമ്മൾ വിളിക്കണം. അയൽവാസികളെ വിളിക്കണം, സ്വന്തം കുടുംബാംഗങ്ങളെ വിളിക്കണം, നാട്ടുകാരെ വിളിക്കണം, സഹപാഠികളെ വിളിക്കണം, സഹപ്രവർത്തകരെ ക്ഷണിക്കണം, എല്ലാവരെയും വിളിച്ചുകൊണ്ട്. കാരണം എന്താ? ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഇതാ ഈ ഫാമിലി എന്ന് പറയുന്ന ഈ ഗോപുരത്തിന് തീ പിടിച്ചിരിക്കുന്നു. അതിൽ കിടന്ന് പടയുന്ന മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തുവാനുള്ള അവസാനത്തെ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവർക്കിപ്പോൾ മനസ്സിലാവുകയില്ല, പക്ഷേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് അവരെല്ലാം ക്ഷണിച്ചുകൊണ്ട് ഇതാ ഇന്ന് മുതൽ ഈ പ്രഖ്യാപന സമ്മേളനം മുതൽ വെട്ടത്തടവില്ലാതെ ചെറിയ കുടുംബ സമ്മേളനങ്ങളായി, അയൽക്കൂട്ടങ്ങളായി, ലഘുലേഖകളുടെ വിതരണങ്ങളായി, ഓൺലൈനിലുള്ള പ്രചാരണ മാർഗങ്ങളായി ഞാനൊരു കാര്യം പറയുന്നു. ഡിസംബർ 10 ആകുമ്പോഴേക്കും ഈ പാലക്കാട് ജില്ലയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് എവിടെയൊക്കെ ശാഖയുണ്ടോ അവിടെയൊക്കെ മൈക്ക് കെട്ടിയിരിക്കണം, അവിടെയൊക്കെ പൊതുവായി മൈക്ക് കെട്ടിയിരിക്കണം. എന്നിട്ട് നിങ്ങൾ നല്ല ഒരു പ്രഭാഷകനെ വിളിച്ചുകൊണ്ടുവന്ന് എന്താണ് കുടുംബം, അത് നേരിടുന്ന വെല്ലുവിളി എന്താണ് എന്നും അതിൻ്റെ പരിഹാരം എന്താണെന്നും അതിൻ്റെ പരിഹാരം വിശദമായി അറിയിക്കുവാൻ ഇതാ പാലക്കാട് പുതുനഗരത്ത് ഒരു പ്രോഗ്രാം ഒരുങ്ങിയിട്ടുണ്ട് എന്നത് നിങ്ങൾ തുറന്നു പറയണം. വീടിനകത്ത് മാത്രം പറഞ്ഞാൽ പോരാ, അങ്ങാടികളിൽ പറയണം. കാരണം ആളുകൾ ഇത് കേൾക്കണം, എല്ലാവരും അറിയണം. അങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്ന് വാഹനങ്ങൾ ഇൻഷാ അല്ലാഹ് ഡിസംബർ 10 പാലക്കാട് പുതുനഗരത്തേക്ക് ഒഴുകണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.